മാഷിൻ്റെ സ്വന്തം അപ്പു. രചന സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 3. അതെങ്ങനെ അപ്പു? ഞാൻ ആ ഷർട്ട് ഇടാത്തതിനല്ലേ നീ പിണങ്ങി മുഖം വീർപ്പിച്ച് നടന്നത്? എന്നിട്ടിപ്പോൾ അത് ഇടണ്ടെന്നോ? നന്ദേട്ടനെ ഞാനല്ലാതെ വേറെ ആരും നോക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്താ നീ വിളിച്ചത്? അപ്പു പെട്ടെന്ന് മുഖം തിരിച്ചു നിന്നു. അങ്ങനെ അങ്ങ് മുഖം തിരിച്ചാലോ? നന്ദൻ അപ്പുവിനെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി. ഈ സ്നേഹം കൂടുമ്പോഴുള്ള നിന്റെ നന്ദേട്ട വിളി കേൾക്കാൻ വല്ലാത്ത സുഖമാണ് പെണ്ണെ. പെണ്ണിൻ്റെ മുഖം നാണത്താൽ ചുവന്നു. ഇരുൾ പടർന്നു തുടങ്ങിയ ഇടവഴിയാണ്. നന്ദൻ അപ്പുവിൻ്റെ ഇടുപ്പിൽ കൈ ചേർത്ത് അവളെ തന്നോടടുപ്പിച്ചു. അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവളുടെ ഹൃദയം പെരുമ്പറ മുഴക്കി. നന്ദൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. രണ്ടുപേരുടെയും ഹൃദയതാളം ഒന്നായി ചേർന്നു. എൻ്റെ പിണക്കങ്ങളുടെ രാജകുമാരി. ഒരുപാട് ഇഷ്ടമാണ് അപ്പുവിനെ ഈ നന്ദനെ. അവളുടെ കാതൂരമായി മന്ത്രിച്ചു. നന്ദൻ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. പെണ്ണിൻ്റെ മുഖം നാണത്താൽ ചുവന്നു. അവനെ അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ? പോകണ്ടേ അപ്പു? മഴ തോർന്നു. വേണ്ട, പോകണ്ട ഇപ്പോൾ. അപ്പു നിന്ന് ചിണുങ്ങാൻ തുടങ്ങി. ഞാനൊന്ന് കണ്ടു കൊതി തീർന്നിട്ടില്ല നന്ദേട്ട, ഇത്തിരി നേരം കൂടി. നേരം ഒരുപാടായി അപ്പു. നിന്നെ കാണാഞ്ഞ് ചിലപ്പോൾ അനീഷ് അന്വേഷിച്ചു വരും. എന്നാൽ മോശമല്ലേ? പിന്നെ ഈ നിൽപ്പ് പോലും പറ്റില്ല. ഞാൻ എൻ്റെ അപ്പുവിനെ കൊണ്ടുപോയി വിടാം. ഇനി നീ തനിച്ചു പോകണ്ട. അവളുടെ മുഖം വിടർന്നു. അപ്പു വേഗം നന്ദൻ്റെ കൂടെ ബൈക്കിൽ കയറി. ബൈക്ക് മുന്നോട്ടെടുത്തതും അവൾ അവൻ്റെ വയറിലൂടെ കൈയിട്ട് ചുറ്റി പിടിച്ചിരുന്നു. നന്ദൻ്റെ ഇടത് കൈ അവളുടെ വലത് കൈയിൽ കൊരുത്തു. നന്ദൻ ആ കൈകൾ ചുണ്ടോട് ചേർത്തു. ഇടവഴി കഴിഞ്ഞതും അവൾ കൈയെടുത്തു മാറ്റി. നേരം ഒരുപാട് ഇരുട്ടി. അനീഷാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. രാധ പദം പറഞ്ഞുകൊണ്ട് ഉമ്മറത്ത് വന്നു. വഴിയിലേക്ക് കണ്ണു നട്ട് നിന്നു. അപ്പുവിൻ്റെ വീട് കഴിഞ്ഞാണ് നന്ദൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. നന്ദൻ്റെ ബൈക്ക് മുറ്റത്തേക്ക് വന്ന് നിന്നതും രാധ പുറത്തേക്കിറങ്ങി. അപ്പുവിനെ കണ്ടതും രാധയ്ക്ക് സമാധാനമായി. ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. അപർണ മഴയായത് കാരണം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുവഴിയാണല്ലോ എന്നോർത്ത് കൂടെ കൂട്ടിയത്, നന്ദൻ പറഞ്ഞു. അത് നന്നായി മാഷേ. മോനെ വിളിച്ചിട്ട് കിട്ടാതെ ഞാൻ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. വളരെ ഉപകാരമായി. എന്നാൽ ഞാൻ പോകട്ടെ. നന്ദൻ യാത്ര പറഞ്ഞ് ബൈക്കിൽ കയറി അവിടെ നിന്നും പോയി. നന്ദൻ ചെല്ലുമ്പോൾ സൗദാമിനി തോർത്തും രാസ്നാദി പൊടിയുമായി വന്നു. നന്ദൻ ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് വീട്ടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ അവർ അവനെ പിടിച്ച് കസേരയിലിരുത്തി തല നന്നായി തുവർത്തി ഉച്ചിയിൽ കുറച്ച് രാസ്നാദി പൊടിയും തൂവിക്കൊടുത്തു. എൻ്റെ അമ്മേ, എനിക്കിപ്പോൾ ഈ മഴയൊന്നും നനഞ്ഞെന്ന് വെച്ച് പനിയൊന്നും വരത്തില്ല. അമ്മ ഇങ്ങനെ കൊച്ചുകുട്ടികളെപ്പോലെ എന്നെ കാണരുത്. ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. അമ്മ അത് മറന്നു പോകരുത്. അപ്പോഴേക്കും ഭാർഗവൻ അവിടേക്ക് വന്നു. എൻ്റെ സൗദാമിനി, നീ എന്തായി കാണിക്കുന്നത്? അവനിപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണോ നിൻ്റെ വിചാരം? അവൻ ഇനി എത്ര വലുതായാലും എനിക്ക് കുഞ്ഞു തന്നെയാണ്. നീ എന്തായാലും പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ചൂട് ചായ എടുത്തു വയ്ക്കാം. സൗദാമിനി അടുക്കളയിലേക്ക് പോയി ചായയുമായി തിരികെ വരുമ്പോഴേക്കും നന്ദൻ ഡ്രസ്സ് മാറി വന്നിരുന്നു. ഭാർഗവനും നന്ദനും സൗദാമിനിയും കൂടി ഇരുന്നാണ് ചായ കുടിച്ചത്. ചായ കുടിച്ചു കഴിഞ്ഞ് നന്ദൻ മുറിയിലേക്ക് പോയി. പിറ്റേന്ന് സ്കൂളിലേക്ക് കുറച്ച് വർക്ക് ചെയ്യുവാനുണ്ടായിരുന്നു. രഘുവും അനീഷും മാർജിൻ ഫ്രീ അടച്ച് വരുമ്പോൾ നേരം നന്നേ പാതിരാത്രിയായി. ലോഡ് വന്നതൊക്കെ സെറ്റ് ചെയ്ത് കണക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും 2 പേരും തളർന്നു. ഇത്രയും വൈകുമെങ്കിൽ ഒന്ന് വിളിച്ചുകൂടെ രഘുവേട്ട? ഞാൻ എത്ര തവണ വിളിച്ചു, ഫോൺ എന്താ എടുക്കാത്തത്? തിരക്കായിരുന്നമ്മേ, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്. ഞാൻ കുറച്ച് നേരത്തെയാണ് കണ്ടത് അമ്മയുടെ മിസ് കോൾ. ലോഡ് വരുന്ന ദിവസം നിന്ന് തിരിയാൻ സമയം കാണില്ല എന്ന് അമ്മയ്ക്കറിയില്ലേ? ഞാനും അച്ഛനും കൂടി എങ്ങനെയെങ്കിലുമൊക്കെയാണ് മാനേജ് ചെയ്തു പോകുന്നത്. അതിനിടയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അമ്മ ഫോൺ ബെല്ലടിച്ചത്. മഴയും ഇരുട്ടുമായതുകൊണ്ട് അപ്പുവിനെ വിളിക്കാൻ പോകാൻ പറയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. അപ്പോൾ 2 പേരും ഫോൺ എടുക്കുന്നില്ല. പിന്നെ എങ്ങനെ അവൾ വന്നു? ഒരുപാട് ലേറ്റായോ? രഘുവാണത് ചോദിച്ചത്. നന്ദൻ മാഷ് ഇതുവഴിയല്ലേ പോകുന്നത്? മഴയായതുകൊണ്ട് ഒതുങ്ങി നിൽക്കുന്നത് കണ്ട് കൂട്ടിക്കൊണ്ടു വന്നു. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ മോൾ അവിടെ ഒറ്റയ്ക്കായി പോയേനെ. നല്ല പയ്യനാണവൻ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകനാവുക എന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണോ? MA, BEdും സെറ്റും ഒക്കെ 1ാം റാങ്കോടുകൂടി പാസ്സായ കൊച്ചനാണ്.
ഈ നാട്ടിൽ ഇത്രയും നല്ല ചെറുപ്പക്കാരൻ വേറെയില്ല. ആ തഹസിൽദാരുടെയും സൗദാമിനി ചേച്ചിയുടെയും ഭാഗ്യമാണ് മോൻ. അപ്പോൾ ഉറങ്ങി വരാതെ? അവൾ എപ്പോഴേ ആഹാരം കഴിച്ച് കിടന്നുറങ്ങി. എന്നാൽ നീ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്ക്, ഞാനൊന്ന് മേൽ കഴുകിയിട്ട് വരാം. രഘു മേൽ കഴുകാൻ പോകുമ്പോൾ അനീഷ് ഫ്രഷായി വന്ന് കഴിക്കാനിരുന്നു. രാധ അനീഷിൻ്റെ പാത്രത്തിലേക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും വിളമ്പിക്കൊടുത്തു. നീ എന്താണ് ഇങ്ങനെ തല തുവർത്താതെ വന്നിരിക്കുന്നത്? ഈ പാതിരാത്രിയിലെ കുളി തന്നെ അത്രയ്ക്ക് നല്ലതല്ല. അപ്പോൾ പിന്നെ തലയും കൂടി നേരെ ചൊവ്വേ തുടച്ചില്ലെങ്കിൽ ജലദോഷം പിടിക്കാൻ വേറെ കാരണമൊന്നും വേണ്ട. ഇത്രയും വളർന്നിട്ടും ചെക്കൻ അതൊന്നും അറിയില്ല. രാധ തോർത്തെടുത്ത് അനീഷിൻ്റെ തല നന്നായി തുവർത്തിക്കൊടുത്തു. ഇതെന്താ അമ്മേ ചപ്പാത്തി? എനിക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും വേണ്ട. ഉച്ചത്തെ ചോറുണ്ടെങ്കിൽ അതെടുക്ക്. എടാ, ചപ്പാത്തി ചൂടുള്ളത് കൊണ്ട് നിനക്ക് കൂടി എടുത്തു വെച്ചതാണ്. എനിക്ക് ചപ്പാത്തി വേണ്ട. ചപ്പാത്തി അമ്മ അച്ഛന് കൊടുത്താൽ മതി. രാധ ചപ്പാത്തി എടുത്തു മാറ്റി പ്ലേറ്റിലേക്ക് ചോറും അവിയലും പയറ് തോരനും മീൻ പൊരിച്ചതും എടുത്തു വെച്ചു. അനീഷ് ചോറും കറികളുമൊക്കെ നന്നായി കുഴച്ചുരുട്ടി വായിലേക്ക് വെച്ചു. സംതൃപ്തിയോടു കൂടിയുള്ള ഒരു ചിരി അമ്മയെ നോക്കി ചിരിച്ചു. ഈ ചോറും മീനും ഒന്നും കഴിക്കുന്ന സുഖം ഒരു ചപ്പാത്തി കഴിച്ചാലും കിട്ടില്ലമ്മ. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. ഞാനൊക്കെ വളർന്നു വന്ന തലമുറയാണമ്മ. ചപ്പാത്തി ഒന്നും കഴിച്ച് വളർന്നാൽ പറ്റില്ല. അച്ഛനെ പോലെയുള്ള വയസ്സൻ ടീമുകളാണ് ചപ്പാത്തി കഴിക്കേണ്ടത്. അപ്പോഴേക്കും അച്ഛനും അവിടേക്ക് വന്നിരുന്നു. കേട്ടോ രഘുവേട്ടാ, നിങ്ങളുടെ പുന്നാരമോൻ പറയുന്നത് വയസ്സൻ ടീമുകൾക്ക് കഴിക്കാനാണ് ചപ്പാത്തി എന്ന്. പറയുമടി, ഇവനൊക്കെ ഈ പുതുതലമുറ എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ തോന്നുന്നതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടറുമ്പാകുന്നില്ല. ഞാനങ്ങ് പോയേക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പരദൂഷണമൊക്കെ പറഞ്ഞ് പതുക്കെ കിടന്നാൽ മതി. അനീഷ് അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി. നന്ദൻ മൊബൈൽ മാറ്റി കിടക്കയിലേക്ക് വീണു. അപർണ, അവൾ എന്നു മുതലാണ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? സ്കൂളിലെ തിരക്കുമായി നടക്കുമ്പോഴാണ് ഉണ്ണിത്താ മാഷ്, അച്ഛൻ്റെ സുഹൃത്ത്, ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ മാഷമാർ കുറവാണ്. ഭാർഗവ, നന്ദനോട് താൻ ഒന്ന് ചോദിക്കുമോ കുറച്ച് സമയം ട്യൂട്ടോറിയൽ വന്ന് ക്ലാസ് എടുക്കാൻ? അന്ന് ഉണ്ണിത്താ മാഷ് ഇരിക്കുമ്പോഴാണ് അച്ഛൻ ട്യൂട്ടോറിയൽ പോയി പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. ടീച്ചിങ് എന്ന് പറയുന്നത് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷൻ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായി കയറിയത് തന്നെ. ഉണ്ണിത്താ മാഷ് പറയുമ്പോൾ ആ നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന ഒരാളാണ്. മാഷ് വന്ന് ഇങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ എങ്ങനെയാണ്? മാഷിൻ്റെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറയാനുള്ള ഗുരുത്വദോഷം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞത്. വീടിൻ്റെ അയൽവക്കത്ത് മറ്റുമുള്ള കുട്ടികൾ തന്നെയായിരുന്നു അധികവും ട്യൂട്ടോറിയൽ പഠിക്കാൻ വന്നിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സ്കൂളിലെ അറിയാവുന്ന കുട്ടികളും അവർക്കൊപ്പമുണ്ടായിരുന്നു. ക്ലാസ് തുടങ്ങി ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. അപ്പോഴാണ് ഒരുപാട് പെൺകുട്ടികൾക്കിടയിൽ കലപില സംസാരിക്കുന്ന ഒരു കുട്ടിയെ ശ്രദ്ധയിൽപ്പെട്ടത്. ക്ലാസ്സിലിരിക്കുമ്പോൾ കലപില സംസാരിക്കുന്ന ആ പെണ്ണ് ഒരു വായാടിയാണെന്ന് കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി. പക്ഷേ എങ്കിൽ പോലും അവളിലേക്ക് ശ്രദ്ധ എപ്പോഴും പാളിപ്പോകുന്നുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ എവിടെയോ കണ്ടു മറന്ന ഭാവമായിരുന്നു ആ കുട്ടിക്ക്. അവളുടെ പേരെന്താണെന്ന് അറിയണമെന്ന ആഗ്രഹത്തിൽ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും പേര് ചോദിക്കേണ്ട അവസ്ഥയായിരുന്നു. അവസാനം ആ കുട്ടിയുടെ അടുത്തും ചോദിച്ചു പേരെന്താണെന്ന്. ആ കുട്ടിയുടെ പേര് വിളിച്ചു ചോദിച്ചു, അപർണ. പിന്നീടാണ് അറിഞ്ഞത് താൻ പഠിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ തൻ്റെ ക്ലാസ്സിലെ തന്നെ വിദ്യാർത്ഥിനിയാണ് അവളെന്ന്. എന്നെ തനിക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവളൊന്ന് ചിരിച്ചു. സാറാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ മലയാളം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ആദ്യമായി അവളോട് സംസാരിക്കുന്നത്. പഠിപ്പിക്കുന്നതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കും. പാഠഭാഗത്ത് നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും അവൾ വേഗത്തിൽ ഉത്തരം പറയും. പഠിക്കുന്ന കാര്യത്തിൽ അവൾ മിടുക്കിയായിരുന്നു. ക്ലാസ്സിലെ ഏകദേശം പെൺകുട്ടികൾക്കും എപ്പോഴും ക്ലാസ് കഴിയുമ്പോൾ നന്ദമ്മാഷിനോട് ഇല്ലാത്ത സംശയങ്ങളൊക്കെ ഉണ്ടാക്കി ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ആ കൂട്ടത്തിലൊന്നും തന്നെ അവളെ കാണില്ല. ഒരിക്കലെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും അവൾ തൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചിരുന്നെങ്കിലെന്ന്. ഈ കുട്ടികളൊക്കെ ഇത്രമാത്രം എന്താ സംശയമുള്ള എന്നുള്ള ഭാവവുമായി മുഖം വലിച്ചു കയറ്റി വെച്ചിരിക്കുന്നത് കാണാം. കുശുമ്പ് നിറഞ്ഞ ആ മുഖം കാണുന്നത് നന്ദന് വളരെ സന്തോഷമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരും കാണാതെ നന്ദനെ നോക്കുന്ന അവളുടെ മിഴികളെ നന്ദൻ പലവട്ടം കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പോഴൊക്കെ നന്ദൻ്റെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരി അവൾക്കായി വിരിയുന്നുണ്ടായിരിക്കും. പക്ഷേ അവൾ അത് മാത്രം കാണില്ല. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ ഇടവഴിയിൽ വെച്ച് നന്ദൻ്റെ ബൈക്ക് ഒന്ന് പാളി. ചെറിയൊരു അപകടം സംഭവിച്ചു. കാലിലെ ലിഗ്മെൻ്റ് വലിഞ്ഞു. ഏകദേശം ഒരാഴ്ചയോളം സ്കൂളിലും ട്യൂട്ടോറിയലും പഠിപ്പിക്കാൻ പോകാൻ കഴിഞ്ഞില്ല. ഈ ദിവസങ്ങളിലൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത അവനെ പിടികൂടിയിരുന്നു. പക്ഷെ അത് എന്താണെന്ന് മാത്രം മനസ്സിലായില്ല. തുടരും.